ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിനു നിരപരാധിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്നാ അങ്ങനെയല്ല. രാജീവ് മേനോൻ കൊല്ലപ്പെട്ട കേസിലാണ് അയാളെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വന്നു. എന്താ ജഗനും വന്ദന ഇവിടെ? വിനു എന്ന നിരപരാധി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളൊന്ന് കാണാനാ. നിരപരാധി അറസ്റ്റ് ചെയ്യാനോ? ഞാനിവിടെ ഉള്ളപ്പോ നിരപരാധികളെ ആരും അറസ്റ്റ് ചെയ്യില്ല. ജഗന് സ്റ്റേഷൻ മാറിപ്പോയതായിരിക്കും, ഇവിടെയല്ല. മാറിപ്പോയിട്ടില്ല മാഡം. ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചതാണ്. അയാൾ ഇവിടെ ലോക്കപ്പിലാണെന്ന് പറഞ്ഞു. എന്നാ നോക്കാം. വിനു എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് മാഡം അന്വേഷിക്കുന്ന ആക്സിഡന്റ് കേസിലെ പ്രതിയാ. ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുക. മാഡം, ഇതാണ് ഞങ്ങൾ പറഞ്ഞ വിനുവേട്ടൻ. ശരി മാഡം. എന്താ മേഡം ഇതൊക്കെ? നിങ്ങൾ നിരപരാധികളൊന്നും അറസ്റ്റ് ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത്? ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും ACPക്ക് അറിയില്ലെന്നോ? അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? ജഗൻ, ഇന്നലെ ഞാൻ CMന്റെ സെക്യൂരിറ്റി ഡ്യൂട്ടിയിലായിരുന്നു. ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു വിട്ടയച്ചു എന്നൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. വിനു നിരപരാധിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്നാ അങ്ങനെയല്ല. രാജീവ് മേനോൻ കൊല്ലപ്പെട്ട കേസിലാണ് അയാളെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജീവ് മേനോൻ വധക്കേസിലോ? ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതിന് പകരമായിട്ടാണ് വിനുവേട്ടൻ കുടുങ്ങിയിരിക്കുന്നത്. ഇതിലെന്തോ ചതിയുണ്ട്. മാഡം, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. രാജീവ് സാറിന്റെ മരണത്തിന് കാരണമായ ആക്സിഡന്റിന് എങ്ങനെ വിനുവേട്ടൻ പ്രതിയാവും? അന്ന് അപകടം നടക്കുമ്പോ വിനുവേട്ടൻ ഞങ്ങളുടെ കൂടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. വീഡിയോ പരിശോധിച്ച മേഡത്തിന് അത് മനസ്സിലാവും. ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ആള് എങ്ങനെ കാറടിച്ചു കൊല്ലും? ന്യായമായ ചോദ്യമാണ് വന്ദനയുടേത്. പക്ഷേ കൊലപാതകത്തിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് ഈ വിനു കുറ്റം സമ്മതിച്ചത്? അയാൾ ആ കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന എന്റെ ഒറിജിനൽ വീഡിയോ എന്നാ ഹാജരാക്കണം. മൊത്തം ദുരൂഹതകളാണല്ലോ. ഏതായാലും അന്വേഷണ ചുമതല എനിക്കാണല്ലോ ജഗൻ. ജഗൻ എന്നെ നന്നായിട്ട് അറിയാലോ. ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് കണ്ടെത്തി അകത്താക്കിയിട്ടേ ഈ വൈകം അടങ്ങും. രാജീവ് വധക്കേസിലെ യഥാർത്ഥ പ്രതി മാഡം. ജഗ,
എനിക്ക് അർജന്റായിട്ടൊരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോണം. ഞാനിത് വിശദമായിട്ട് അന്വേഷിച്ചോളാം. ഓക്കെ? പക്ഷേ ഇപ്പൊ വിനുവിനെ വിട്ടയക്കാൻ സാധിക്കില്ല. അയാളെ ആരും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇറങ്ങട്ടെ. ശരി. വിനുവേറ്റന്റെ ഈ അറസ്റ്റിന് പിന്നിൽ കളിച്ചത് അച്ഛനായിരിക്കും. ഞാൻ കുടുങ്ങാതിരിക്കാൻ കരുക്കൾ നീക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. അച്ഛൻ നീക്കിവെച്ച കരു വിനുവേട്ടൻ തന്നെ ആയിരിക്കും. താൻ തന്നെയാണ് ഇനി 5 കൊല്ലത്തേക്കുള്ള പ്രസിഡന്റ്. മനസ്സിലായോ? ടെൻഷൻ മാറിയോ? നീ വച്ചോ, ഒരു മഹാമാരി വരുന്നുണ്ട്. ഫോൺ കട്ടിയടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ സാഗറെ, കാല് വാരുന്നതിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ടാണോ ഈ ഷേക്ക് ഹാൻഡ്? എന്താ സാറേ ഈ പറയുന്നേ? ഞാൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. പിന്നെ സാറിന്റെ കാല് വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ. അല്ല, രാജീവന്റെ കൊലപാതക കുറ്റം ഏറ്റെടുക്കാൻ ഒരു പ്രതിയെ കണ്ടുപിടിച്ചു അല്ലേ? ആ ബുദ്ധി സാമർത്ഥ്യത്തെ അഭിനന്ദിച്ച സാഗറിന്റെ ഈ ഷേക്ക് ഹാൻഡ്. കൂറില്ലാത്തവരെയൊക്കെ ആശ്രയിച്ചിട്ട് വീട്ടിൽ കുത്തിയിരുന്ന എന്റെ ചെറുക്കനകത്തായി പോവും. അതുകൊണ്ട് തുറുപ്പുകുലാനെ തന്നെ കളത്തിലിറക്കി. ആരും കയറി വിട്ടരുതല്ലോ. കുറുപ്പ് സാറത് സാഗറിനിട്ടൊന്ന് താങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ജഗനെ കുറ്റക്കാരനാക്കാതെ കേസ് തിരിക്കണമെന്ന് സാർ എന്നോട് പറഞ്ഞതാ. സഹായിക്കാന്ന് ഞാൻ വാക്കും പറഞ്ഞു. ശ്രമിക്കാഞ്ഞിട്ടല്ല സാറേ, പക്ഷെ നടന്നില്ല. സാർ എനിക്ക് മാപ്പ് തരണം. അങ്ങനൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. ഇനി മാപ്പെന്നും പറഞ്ഞ് സൂചിപ്പിക്കാൻ വരല്ലേ സാഗറെ. പല തവണ തന്നെ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു. തന്റെ ഫോണിന് ഇൻകമിങ്ങിന് ചാർജ് ഉണ്ടോ സാഗറെ? ഇവിടെ ഫോണെങ്കിലും ഒന്നെടുക്കണ്ടേ? ഫോൺ മാനേഴ്സ് കാണിക്കണ്ടേ? അത് പിന്നെ പലവിധ അസൗകര്യങ്ങളായി പോയി സാറേ. അതെ, മുൻ MLA കുറുപ്പിന്റെ ഫോൺ അവഗണിക്കാൻ മാത്രം എന്ത് അസൗകര്യമാണോ തനിക്കുള്ളത്? മെയ്യനങ്ങാതെയും കുനിഞ്ഞു കുപ്പെടുക്കാതെയും കിട്ടിയ ആ രാജീവിന്റെ കോടിക്കണക്കിന് പണം നിന്റെ എല്ലിന്റെ ഇടയിൽ കുത്തുന്നുണ്ടാവും. അതിന്റെ കുത്തിക്കഴപ്പാണെന്നേ ഞാൻ പറയൂ. എന്താ സാറേ ഇതൊക്കെ? എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക.